ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഏഞ്ചലീനാസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് പോയ ഒരു ദിവസമാണ്. അപ്പോൾ ഇത് നമ്മൾ കോട്ടയം സൈഡിൽ സെൻറ്റ് അൽഫോൺസ ടോംബിൽ ഉള്ള ബെറഗ്നാനം എന്ന സ്ഥലത്താണ്. എൻ്റെ വായിക്കൊള്ളത്തില്ല കേട്ടോ. അപ്പോൾ അവിടെയാണ് നമ്മൾ പോയത്. അവിടെ അധികം ക്ലിപ്പ് എടുക്കാൻ പറ്റിയില്ല, കാരണം അവിടെ ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല അധികം. അപ്പോൾ ഞാൻ ഹൈഡ് ചെയ്താണ് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തത്. ഇതാണ് സ്ഥലം. നിങ്ങൾ ഗൂഗിളിലൊക്കെ ടൈപ്പ് ചെയ്തതിന് കിട്ടുമായിരിക്കും. നല്ല സ്ഥലമാണ് കേട്ടോ. നല്ല സെൻറ്റ് അൽഫോൺസ ടോംബ് ഒക്കെ കാണാൻ പറ്റും. ഭയങ്കര വിശ്വാസമുള്ള ആൾ. അവിടെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. പറ്റിയവരൊക്കെ, ക്രിസ്ത്യൻസ് അല്ലാത്തവരും അവിടെ വരുന്നുണ്ട്. അപ്പോൾ പറ്റുന്നവരൊക്കെ വരണം. പിന്നെ നമ്മൾ പോയത് മണർകാട് പള്ളിയിലാണ്. അവിടെ പെരുന്നാളായിരുന്നു. സെൻറ്റ് മേരീസിൻ്റെ പേരിലാണ് പള്ളി. അപ്പോൾ അവിടെ പെരുന്നാളുണ്ടായി. പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ഒരു വീക്കായിരുന്നു. അപ്പോൾ നല്ല ആളുണ്ടായി. പന്തലും അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല സ്പേസുള്ള പള്ളിയാണ്. നമ്മളിവിടെ പോയ സ്ഥലം എല്ലാം സ്പേസുള്ള പള്ളിയാണ്. പിന്നെ നമ്മൾ പോയത് പുതുപ്പള്ളിയിലും പോയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ക്ലിപ്പും അവിടുത്തെ ക്ലിപ്പും മാത്രമേ എനിക്ക് മര്യാദ കിട്ടിയുള്ളൂ. പുതുപ്പള്ളി പോകുന്നുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോയായിരുന്നു. നമ്മൾ ലേറ്റായിട്ടാണ് ഫുഡ് കഴിച്ചത്. നമ്മൾ രാവിലെ ലേറ്റായിട്ടാണ് കഴിച്ചത്. 12 മണിയായി ഫുഡ് കഴിച്ചപ്പം. നല്ല സ്ഥലം നോക്കി കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ 12 മണിയായി ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ. പിന്നെ നമ്മൾ വൈകിട്ട് കഴിച്ച് 4 മണിക്കാണ്. 4 മണിക്ക് കഴിച്ചു. ഫുഡ് വരുന്നതിന് മുമ്പെയാണ്. ഫുഡ് കുറേ നേരം കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ 2 നേരം നെയ് റോസ്റ്റ് മാത്രമേ കഴിച്ചുള്ളായിരുന്നു. രാത്രിയാണ് മര്യാദ കഴിക്കാൻ പറ്റിയത്. ഇതാണ് പുതുപ്പള്ളിയിൽ മെയിനായിട്ട് പോയ കാരണം. ഉമ്മൻചാണ്ടി മരിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മൾ പോയിട്ടില്ല. അപ്പോൾ അതും കൂടെ കാണാനാണ് പോയത്. ഇപ്പോൾ 1 വർഷമായി. അപ്പോൾ അതും കൂടെ കാണാനാണ് ശരിക്കും പോയത്. അവിടെ ഫോട്ടോസൊക്കെ എടുക്കാം. അതുകൊണ്ട് ഇവിടുത്തെ എടുക്കാൻ പറ്റി. അവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. ഒന്നും റെസ്ട്രിക്റ്റഡ് ഒന്നും അല്ല. എല്ലാവരും വന്ന് ഫോട്ടോയും സെൽഫിയും ഒക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ സെൽഫി മാത്രമേ എടുത്തുള്ളൂ. ഫോട്ടോ എടുത്തതിന് അവിടെ അന്നേരം ആരുമില്ല. കുറേ പേരും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഫോട്ടോ എടുത്തതിന് ആരും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ പോയത് മമ്മിയുടെ വീട്ടിൽ പോയി. പുതുപ്പള്ളിയിൽ നിന്ന് 1 മണിക്കൂർ ഡ്രൈവേ ഉള്ളൂ മമ്മിയുടെ വീട്ടിൽ. അപ്പം മമ്മിയുടെ വീട്ടിലും പോയി. പിന്നെ ഇത് രാത്രിയിലത്തെ ക്ലിപ്പാണ്. രാത്രിയിൽ കുറച്ച് എടുക്കാൻ പറ്റുള്ളൂ. ഫോണിന് ഒന്നാമത് ചാർജിലായിരുന്നു. അപ്പോൾ അധികം നേരം എടുക്കാൻ പറ്റത്തില്ല. അത് ഈ ഫോണിൻ്റെ എന്തോ ആണ്. അപ്പോൾ രാത്രിയിലത്തെ ഫുഡ് കഴിക്കുന്നത് എടുക്കാൻ പറ്റില്ല. രാത്രി നമ്മൾ കഴിച്ചത് പൊറോട്ടയും ബീഫ് റോസ്റ്റുമാണ്. തട്ടുകടയിൽ പോയി. കാരണം നമ്മൾ ലേറ്റായിട്ടാണ് വീട്ടിലെത്തിയത്. അപ്പോൾ ഉള്ള ഒരു തട്ടുകടയിൽ പോയി. കുറേ തട്ടുകട തപ്പി. അപ്പോൾ നമ്മൾ പോയത് 16 സെപ്റ്റംബർ നബിദിനത്തിൻ്റെ അന്നാണ്. അപ്പോൾ ഓണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു. പിന്നെ നബിദിനമായിരുന്നു. അപ്പോൾ മുസ്ലിംസൊക്കെ മിക്കവരും തട്ടുകട നടത്തുന്നു. അപ്പോൾ അവർക്ക് അവിടെ ചിലതൊക്കെ അടവായിരുന്നു. അപ്പോൾ നമ്മൾ കഴിച്ചത് പൊറോട്ടയും ബീഫ് റോസ്റ്റുമാണ്. അപ്പോൾ ഭയങ്കര രാത്രിയായിരുന്നു. എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. ഞാൻ കാറിൽ നിന്ന് ഇറങ്ങിയ പോലും ഇല്ല. നല്ല രസമായിരുന്നു. ഇത് കൂടുതൽ ഇരുട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അധികം ക്ലിപ്പ് എടുത്തിട്ടില്ല. നമ്മൾ ജംഗ്ഷനിൽ കൂടെ അല്ല പോയത്, വേറെ വഴി കൂടെ പോയത്. ജംഗ്ഷനിൽ ഇറങ്ങിയപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അന്നേരം ഫോണും ഓഫായിപ്പോയി. പിന്നെ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. പറ്റുവാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി വീഡിയോസ് ഡെയിലി ഇടാൻ നോക്കാം. കാരണം ഇപ്പോൾ വെക്കേഷൻ പോകാൻ ഇനി തീരാൻ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ ഡെയിലി ഇടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ എഡിറ്റ് ചെയ്യാൻ കുറച്ച് സ്ലോ ആണ്. എൻ്റെ അനിയനെ ഹെൽപ്പ് ചെയ്താലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇടാൻ പറ്റുള്ളൂ. ഇത് പാട്ട് ഇട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് കേട്ടോ. പാട്ട് കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് അങ്ങനെ ഇടാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കുറേ പാട്ട് വെച്ച് നമ്മൾ പുറകിലിരുന്ന ആൾ പാട്ട് വെക്കുന്നത്. ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല, ചിലപ്പോൾ ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. Okay, take care and bye.